പെരുമ്പാവൂരിലെ പെൺകുട്ടിയെ മരണത്തിലേക്ക് നയിച്ചത് കഴുത്ത് ഞെരിച്ചതും പ്രധാന അവയവങ്ങൾക്കേറ്റ മുറിവുമായേക്കാമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പെൺകുട്ടിയുടെ പുറത്ത് നിരവധിയിടങ്ങളിൽ കടിയേറ്റ പാടുകളുണ്ടായിരുന്നു. മൃഗീയ പീഡനങ്ങൾക്ക് വിധേയയായ ജിഷയുടെ ശരീരത്തിൽ 38 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച 3 മണിയോടെയാണ് പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഡെപ്യൂട്ടി പോലീസ് സർജൻ പ്രൊഫസർ ഡോക്ടർ ലിസ ജോണിന്റെ നേതൃത്വത്തിൽ 3 മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടത്തിലാണ് കഴുത്ത് ഞെരിച്ചതും പ്രധാന അവയവങ്ങൾക്കേറ്റ മുറിവുമാണ് മരണകാരണമായേക്കാവുന്ന ചൂണ്ടിക്കാണിക്കുന്നത്. ശരീരത്തിൽ മുഴുവൻ 38 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ഒപ്പം 13 സെന്റിമീറ്റർ ആഴത്തിൽ 3 മുറിവുകൾ പ്രധാനമായും ഉണ്ടായിരുന്നു. പുറത്തും ശരീരഭാഗങ്ങൾ പലയിടങ്ങളിലും കടിയേറ്റ പാടുകൾ ഉണ്ട്. ജനനേന്ദ്രിയത്തിൽ വലിയ മുറിവുണ്ടായിരുന്നു. പീഡനശ്രമം നടന്നതിന്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. മുറിവുകളെല്ലാം ചുരുങ്ങിയ സമയപരിധിയിൽ ഉണ്ടായവയാണ്. വിരലുകൾ കൊണ്ട് പെൺകുട്ടിയുടെ 2 തോളുകളിലും മുറുകെ പിടിച്ച പാടുകളുമുണ്ട്. ജനനേന്ദ്രിയം മുറിഞ്ഞ് രക്തം കട്ടപിടിച്ച അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് DNA പരിശോധനയിലൂടെ മാത്രമേ പീഡനം നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനാകൂ. ഇതിനായി വിദഗ്ധ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, ആലപ്പുഴ.